ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എല്ലാവരും തമ്പ്നെയിലൊക്കെ കണ്ടു കാണും. ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എണീറ്റപ്പോൾ തന്നെ ഒരു 10-11 മണിയായി. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ബെഡ് ക്ലീൻ ചെയ്യുക. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊരു മൂഡ് ഉണ്ടാവില്ല ബെഡിലിരിക്കാൻ. ബെഡ്ഷീറ്റും ചവിട്ടി നശിപ്പിക്കും, എന്തിനാ വെറുതെ. അതുകൊണ്ട് എണ്ണീറ്റാലേ ഉള്ള ശീലമാണ് ബെഡ്ഷീറ്റ് മടക്കി വെക്കുക എന്നുള്ളത്. അത് എൻ്റെ ഈ PGയിൽ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ പോയാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അവിടെ പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൊരിതാണ്. പിന്നെ എൻ്റെ എപ്പോഴത്തെയും കാര്യമാണ് ജനലൊക്കെ തുറന്ന് ഫ്രഷ് എയർ കൊള്ളുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു വളർന്നു വരുന്നൊരു ശീലമാണ് ചന്ദനത്തിരി എന്തെങ്കിലും കത്തിച്ച് വെക്കുക. നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫ്രഷ് ഫീലിങ്സ് നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് റിവ്യൂ പറ. ഒരു ചെറിയ ചന്ദനത്തിരി ആയാലും മതി, പ്രത്യേക ഒരു മണമാണ് അല്ലേ നമുക്കൊരു കിട്ടുന്നത്. എനിക്കങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്, ഭയങ്കര ഒരു ഫ്രഷ് ഫീലിങ്സ് കിട്ടും. ആൻഡ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണല്ലോ. അതിനുശേഷം നമുക്ക് ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുളിക്കണം എന്നൊന്നുമില്ല, ബിക്കോസ് എനിക്കിന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പരിപാടികൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഇവിടെ ഒരു അമ്മയുണ്ടെന്ന് അറിയാമല്ലോ. അമ്മ എങ്ങനെ എനിക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരാറുണ്ട്, അമ്മ എപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷേ കഴിവതും ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വെച്ച് രാവിലെ നെയ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനാണെങ്കിൽ ആ സൈഡ് അങ്ങോട്ട് നെയ് റോസ്റ്റിൻ്റെ കുറച്ച് കട്ടി കുറവല്ലേ, ആ സൈഡ് അങ്ങോട്ട് ശരിയാക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നെ അതങ്ങ് കാര്യമാക്കില്ല, പിന്നെ ഇച്ചിരി കട്ടിക്കാൻ ഉണ്ടാക്കി. കട്ടി ഇങ്ങനെ ആയിപ്പോയി. ലൈക്ക് ഞാൻ സൈഡ് ഇച്ചിരി ലെങ്ത് കുറയ്ക്കാൻ നോക്കി, തിക്നെസ് കുറയ്ക്കാൻ നോക്കിയപ്പോഴത്തേനും ഇങ്ങനെ ആയിപ്പോയി ദോശ. എനിവേ അതൊക്കെ കഴിഞ്ഞ് ചായയും തിളപ്പിച്ചു. ദോശ അടിപൊളിയായിരുന്നു. ദോശ ഉണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു, കാപ്പി ഉണ്ടായിരുന്നു, നല്ല ഏലക്കയൊക്കെ ഇട്ട് തേയിലവെള്ളം രാവിലെ. അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ ദോശയും എല്ലാം നല്ല, ഞാൻ ഭയങ്കര ഒരു എക്സ്പേർട്ടായി കഴിഞ്ഞു കുക്കിങ്ങിൽ. രണ്ടടുപ്പിലൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ഇതൊക്കെയായി. അങ്ങനെ കാപ്പി ഒഴിച്ച് കാപ്പിപ്പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ കഴിക്കാൻ പോവുള്ളൂ. കാര്യം ഇല്ലെങ്കിൽ പിന്നെ കുറേ പാത്രമായി കഴിഞ്ഞാൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറും ചമ്മന്തിപ്പൊടിയും നല്ല ഗീയൊക്കെ ഇട്ട ദോശയും എല്ലാം കൂടെ കൂട്ടി ചായയും കുടിച്ചിട്ട് അങ്ങനെ അതെല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക എന്നുള്ളത് എൻ്റെ ഒരു യൂഷ്വലി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. പണ്ട് എൻ്റെ ഏറ്റവും വലിയ ഹോബിയായിരുന്നു മീനെ വളർത്തുക. എനിക്കിതിനെ വന്ന് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേക ഒരു സമാധാനം. വേറെ കുറച്ചുകൂടെ പോകുമ്പോൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളവും കാപ്പിയൊക്കെ കൊണ്ടുവച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയും കുറച്ച് നേരം ഈ റൂമിലിരിക്കുക, എൻ്റേതായ കാര്യങ്ങൾ ചെയ്യുക, ചുമ്മാ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് എൻ്റേതായ കാര്യങ്ങളെന്ന് പറയുന്നത്. 4 റീല് കാണുക, പിന്നെ എന്തെങ്കിലും ഹെയർ കെയറോ സ്കിൻ കെയറോ വീക്കെൻഡ് ആയതുകൊണ്ട് അതൊക്കെ ചെയ്യാനുള്ളൊരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാൻ. പുറത്തോട്ട് നോക്കിയപ്പം കുറച്ച് മഴ വരുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഈ വെട്ടത്തിരുന്ന് ഈ ജനലൊക്കെ തുറന്നിട്ടിരുന്ന് ചായ കുടിക്കാനും ഒരു പ്രത്യേക സന്തോഷമാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ലെറ്റ്സ് ഡു സ്കിൻ കെയർ ടുഗദർ. ഞാനപ്പോൾ ഈ ലൈറ്റ് ഒന്നിടാം, ബിക്കോസ് ഈ ലൈറ്റ് ഇട്ടെങ്കിൽ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ എവിടെയോ ആണ്. യെസ്, ഗോട്ട് ഇറ്റ്. സോ ഓക്കെ, ചെയ്യാം. ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കണോ? ഇട്ടാണോ? മറ്റേതും കൂടി ഇടാം അല്ലേ? നമുക്ക് മുടി ഒന്ന് വാരി കെട്ടി വെക്കാം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കുളിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനിരിക്കാം. ഇത്രയേ ഉള്ളൂ. എനിക്ക് കുഴപ്പമില്ല കേട്ടോ, എനിക്ക് മുടിയില്ലാത്ത ഇഷ്ടം. മുടി ഇങ്ങനെ
സ്കിൻ കെയർ വെച്ചിട്ടും താത്തോക്കാം. ക്ലെൻസിങ് ഇനി ചെയ്യണ്ട എന്നാണ് എൻ്റെ ഒരു തീരുമാനം. നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇതാണ് തോന്നുന്നു സ്ക്രബ്. യെസ്, ഈ സ്ക്രബ് ഞാൻ പണ്ട് ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ക്രബാണ് എവർ യൂത്തിൻ്റെ. അന്ന് നമുക്ക് ബ്രാൻഡൊന്നും അറിയത്തില്ല, പക്ഷേ അത്യാവശ്യം നല്ല ബ്രാൻഡാണ്, അഫോർഡബിൾ ബ്രാൻഡാണ് എവർ യൂത്ത്. നമുക്ക് കണ്ടോ, നമുക്ക് ഒരു ഒറ്റ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. Then we can use this. ഇത് നമുക്ക് ഉപയോഗിക്കാം. ചെറിയൊരു കട്ട് ചെയ്ത് തരണം നമുക്ക്. എൻ്റെ പേരും നാളും ഞാൻ കാണിച്ചു തരാം. ഗോൾഡൻ മാസ്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത് ഗോൾഡൻ കളറായിരുന്നു, ഭയങ്കര ഒരു എന്താ പറയുക, രസമായിരുന്നു, ഭയങ്കര ഗ്ലോ ആയിട്ട് നിൽക്കും അത് പുരട്ടുമ്പോൾ. ആക്ച്വലി അത് പീൽ ഓഫ് മാസ്ക് ആണ്, എനിക്കറിയാം, പക്ഷേ അത് ഭയങ്കര ഗ്ലോ ആയിട്ട്, ലൈക്ക് എനിക്കത് ഇങ്ങനെ ഇളക്കി കളയാനേ തോന്നിയില്ല, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് ഒരുമാതിരി ഉണങ്ങി ഡ്രൈ ആയി കഴിയുമ്പോൾ കാണാൻ പ്രത്യേക ഒരു ഗ്ലോയാണ് കേട്ടോ. എനിവേ 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പോയി അത് കഴുകണം. പക്ഷെ എനിക്കത് കഴുകാൻ തോന്നിയില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. 15 രൂപയുള്ളൂ അതിന്. പിന്നെ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തൻ്റെ ഈ സാധനമാണ്. ഇങ്ങനെ ഇളക്കി കളയുക. മുടിയിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ പരാക്രമത്തിനോട് ഞാൻ കളഞ്ഞു. ഞാൻ എൻ്റെ തുണി അങ്ങോട്ട് കഴുകി ഇട്ടതുമില്ല. മഴ വരുന്ന കണ്ടോ, ഇവിടെ ഇത്രയും പ്രശ്നമില്ല. നിങ്ങളിത് അത് അങ്ങോട്ട് നോക്കൂ, മഴയുടെ വരക്കം കാണണമെങ്കിൽ അവിടെ നോക്കാം. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടാ, ഇവിടെ നോട്ടം കണ്ടോ. ഹേയ് ഹേയ്, ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ഞാൻ കൈ അങ്ങോട്ട് ഇട്ടു. വരും, ഇങ്ങോട്ട് വരും. കഴിക്കുവോ? പുള്ളിയുടെ വിചാരം ഞാൻ എന്തോ തീറ്റിയാന്ന. ഇവിടെ വാ, ഇവിടെ ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ 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 വാ, വാ ഇവിടെ, ഇങ്ങോട്ട് വരാം. ഒരു അനുസരണമില്ല. ആ വാ 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 വാ. ശുണ്ടിരി ശുണ്ടിരി ശുണ്ടിരി. വേറെ കുറച്ച് ടീമുകളൂടെ ഉണ്ട് ഇവിടെ. കണ്ടോ, എൻ്റെ പണ്ടത്തെ ഒരു ഹോബിയായിരുന്നു മീൻ വളർത്തൽ. പിന്നെ ഹോബിയൊക്കെ അങ്ങ് മാറുമ്പോൾ എങ്ങനെ കൈയിട്ട് കൊടുക്കാം. ഹായ്, കുറേ മീനുണ്ട്. വയലറ്റ് മീനോ? ഞാൻ ആദ്യമായിട്ടാണ് വയലറ്റ് മീനെ കാണുന്നു. ഫോക്കസ് ആവുന്നില്ലല്ലോ. ആ, ഫോക്കസായി. കൊള്ളാം. ബടാ ബടാ ബടാ. ഞാൻ ചുമ്മാ വെച്ചോണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും കൂടെ വരും, തീറ്റിയെന്ന് പറഞ്ഞ് എല്ലാവരോടും ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടോടെ കൊള്ളാം, പേടിപ്പിക്കുന്നു. ഭയങ്കര കാറ്റ് ഗെയ്സ്, കാറ്റ് വീശത്. ഞാൻ തുണിയെല്ലാം കഴുകി ഇട്ടതേ ഉള്ളൂ ഇവിടെ. നോക്കാൻ തുണിയെല്ലാം നമുക്ക് കയറാം. നമുക്ക് അകത്ത് കയറാം. ഇവിടെ കുറേ ചെടികളും ഒക്കെ ഉണ്ട്, കാണിച്ചു തരാം. അത് ഷോയു. കണ്ട, അമ്മൂമ്മയുടെ ആണിതൊക്കെ. കണ്ടോ, പ്രൈറ്റി ഗാർഡൻ, കുട്ടി ഗാർഡൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ. നല്ല രസമാണ് ഇവിടെ, അടിപൊളിയാണ്. ആകാശമൊക്കെ കണ്ടോ, ഭയങ്കര മഴയൊക്കെ വരുന്നു. നല്ല ചെടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒത്തിരി ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റോറിക്കുള്ളൊരു വകുപ്പുണ്ടായിരുന്നു. അയ്യോ പാവം, താഴെ കിടക്കുന്ന ഇഷ്ടം. കിങ് ഓഫ് ഗാർഡൻ. പോവാം. നല്ല രസം കണ്ട, ഇപ്പോൾ കൂളാണ് ഇതൊക്കെ. അകത്തോട്ട് പോകാം. ഭയങ്കര ഇഷ്ടമാണ് ചന്ദനത്തിരിയുടെ മണമൊക്കെ. ഈ പരിപാടി ഭയങ്കര ദേഷ്യമാണ്. ഇതിങ്ങനെ എനിക്ക് ഇതിനുള്ള ഒരു സാധനം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്തത് വെച്ചിട്ടിങ്ങനെ
ഇഷ്ടമല്ല ഇത്. നമുക്കൊരു സംഭവം വാങ്ങിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, പക്ഷേ ഐ ഡോണ്ട് ലൈക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് കുളിക്കണം, ഇത് കഴിഞ്ഞ് കുളിക്കണം, പിന്നെ ഇവിടെ നിന്ന് തൂത്ത് വരണം. അപ്പോൾ ഇത്രയും പരിപാടി കഴിഞ്ഞ് കുളിച്ചിട്ട് പഠിക്കാൻ കയറാം എന്നുള്ള ഒരിതിലാണ്. കണ്ടോ മഴയും വരുന്നു. കിടന്ന് ഉറങ്ങണോ പഠിക്കണം, ഉറങ്ങണോ പഠിക്കണോ എന്നുള്ള ധാരണയിലാണ്. അപ്പം ഞാൻ പോയി കുളിച്ചേച്ചും വരാം. Get ready with me for what? What? Get ready with me for bathing. അങ്ങനെ ഹെയർ ഇന്ന് കഴുകുന്നില്ല, ബിക്കോസ് നാളെ ഹെയർ കഴുകുന്നുള്ളൂ. നാളെ സൺഡേ ആണ്. സോ സൺഡേ നമുക്ക് ഹെയർ ഡേ ആക്കാം. അപ്പോൾ സാറ്റർഡേ നമുക്ക് സ്കിൻ കെയർ ഡേ ആക്കാം. ഇങ്ങനെ വാരിക്കെട്ടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 10ാം ക്ലാസ് തൊട്ടേ ഞാൻ ഇങ്ങനെ വാരിക്കെട്ടിക്കൊണ്ടായിരുന്നു പോകുന്നത്. ആനന്ദത്തേരും തംബ്നെയിൽ. ഓ മൈ ഗോഡ്, ഞാൻ മുടി വെട്ടി. തംബ്നെയിലിനുള്ള പിക്ക്. വാരി നമുക്ക് അങ്ങ് കെട്ടാം. ഓക്കെ, ഒരു അൺബോക്സിങ് വീഡിയോയും കൂടി ഉണ്ട്. ഞാൻ മീഷോയിൽ നിന്ന് 2 ഷോർട്ട്സ് വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ക്വാളിറ്റിയിലാണ് സംഭവം കിട്ടിയേക്കുന്നത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. പിങ്ക് പക്ഷേ എനിക്ക് അഴുക്കാവുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇടാൻ തോന്നിയില്ല. പുതിയൊരു ഡ്രസ്സ് കിട്ടിയതല്ലേ, കുളിച്ചിട്ട് അത് തന്നെ ഇടാം. അപ്പോൾ ഞാൻ വിവലിൻ്റെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബോഡി വാഷ്, അതിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോയിലൊക്കെ പോയി, എനിക്ക് ബോഡി വാഷ് സ്റ്റുഡിയോയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അത് വാങ്ങിക്കണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് പോകണം. അപ്പോൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതുവരെ ഉപയോഗിക്കണമല്ലോ, അതുകൊണ്ട് വിവലിൻ്റെ വാങ്ങിയതാണ്. എനിവേ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇടണം. അതെപ്പോഴും കുളി കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് മോയ്സ്ചറൈസറും ക്രീമും ഒക്കെ ഇടുക എന്നുള്ളത്. ഞാൻ ലോട്ടസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്, ബോഡി മോയ്സ്ചറൈസറാണ്, മീൻസ് ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. നല്ല മണമാണ് കേട്ടോ, നല്ല മണമാണ്. പക്ഷേ നമ്മൾ പെൺകുട്ടികളൊക്കെ മഴയാകുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് 2 ദിവസം കൂടി ഇരിക്കുമ്പോഴാണല്ലോ കുളിക്കുന്നതൊക്കെ. സോ അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബോഡി ലോഷനും നമ്മുടെ സ്വെറ്റും കൂടെ ചേർന്നിട്ട് ഒരു വൃത്തികെട്ട മണം കുളിക്കാണ്ടിരിക്കുമ്പോൾ വരും. അതുകൊണ്ട് ബോഡി ലോഷനൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കുളിക്കാൻ ശ്രമിക്കണം. അങ്ങനെ കുളി ജപമാലയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറങ്ങണം എന്നുള്ളൊരു ധാരണയുണ്ട്. ഉറങ്ങാൻ പോയാലും ഇനി ചാവാൻ പോയാലും നമ്മൾ എന്തിടണം? ലിപ്സ്റ്റിക്ക് ഇടണം. സോ ലിപ് ലൈനർ വെച്ച് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞ് അതും കൊണ്ട് വെച്ചതിന് ശേഷം തിരിച്ച് വന്ന് 2 കോപ്രായും കൂടെ കാണിക്കാണ്ട് എനിക്ക് ഉറക്കം വരില്ല. ഉറങ്ങുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുശാലായിട്ട് ഉറങ്ങാം. നല്ല സൂപ്പർ കരിമീൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു, അമ്മൂമ്മേൻ്റെ സ്പെഷ്യൽ, അടിപൊളിയായിരുന്നു. ഞാൻ ഒരുപാട് ചോറുണ്ടോ, അതുകൊണ്ട് ഞാൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉറങ്ങണം എന്നുള്ള ധാരണയുണ്ട്. വെള്ളം കുടിച്ചില്ല, വെള്ളം മസ്റ്റാണ്. കാര്യം എനിക്ക് UTI ഉണ്ട്. സോ വെള്ളമില്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല. വെള്ളം വലിയ ഷോയിലൊക്കെ കുടിക്കുന്നതെന്നുള്ള UTI ഉള്ളതുകൊണ്ടാണ് ഡെയിലി വെള്ളം കുടിച്ചേ പറ്റും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കിടക്കണം കുറേ നേരം കൊണ്ട് ഞാൻ പറയില്ലേ, വന്ന് കിടന്നേക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി ഒരു നിദ്രയും കഴിഞ്ഞ് എണ്ണീറ്റപ്പോൾ ഉറക്കത്തിൽ കണ്ട ദുസ്വപ്നമാണോ എന്നറിയത്തില്ല, റീലെടുക്കാം. നേരെ എടുക്കുന്ന ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു, സാരി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തണുപ്പത്ത് വീട്ടിലോട്ട് പോകുന്ന സമയത്ത്, മീൻസ് മോർണിംഗ് ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് തണുക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു സ്വെറ്ററല്ല ഒരു ഷോള് യൂസ് ചെയ്യാറുണ്ട്. ആ ഷോളാണത്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. എൻ്റെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ലിപ്സ്റ്റിക്, ഈ ഒരു പെൻസിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരും. പണ്ടത്തെ ഹോസ്റ്റലിലെ എൻ്റെ പ്രോപ്പർട്ടീസ് എന്നോട് ചോദിക്കാതെ ചിലരൊന്നും എടുത്തു. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. നമുക്ക് ലാമോറിൻ്റെ ബ്ലഷ് ഇടാം. ആക്ച്വലി ലിപ്സ്റ്റിക്കാണ്, ബട്ട് ഞാനിതിൽ ബ്ലഷായിട്ടാണ് യൂസ് ചെയ്യുന്നത്.
കണ്ണിന് ഞാൻ കണ്ണിന് മേളിൽ ഇടും, പക്ഷെ അത് കൈകൊണ്ടാണ് കാര്യം. ഒരുപാട് കണ്ണിന് മേളിൽ തേക്കാൻ പറ്റത്തില്ല, കണ്ണ് കണ്ട് കുരു. ഇതിൻ്റെ റീല് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവമാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഓക്കെ, എന്താ ചെയ്യാനുള്ള എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കത്തിക്കുന്നത്. പ്രത്യേക ഒരു മണമല്ലേ, അതും റോസിൻ്റെ തന്നെ ആകുമ്പോൾ സ്മെൽസ് കിട്ടും. ഇപ്പം പൊട്ടിത്തെറിച്ചും ചത്തേനെ. രാവിലെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഫ്രഷ് ഫീലിംഗ് തന്നെയാണ് നമുക്ക് വൈകിട്ട് കത്തിച്ചാലും ഇനി ഏത് സമയത്ത് കത്തിച്ചാലും ഉണ്ടാകാൻ പോകുന്നത്. എനിക്ക് ആക്ച്വലി ആ പുകയൊക്കെ പോകുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക, എനിക്കറിയില്ല, പ്രത്യേക സന്തോഷമാണ്. പിന്നെ വൈകുന്നേരം ആയല്ലോ, രാവിലത്തെ റിവേഴ്സ് നമ്മൾ ചെയ്യുകയാണ്, എല്ലാം മാറ്റി. സ്റ്റോറേജ് ഫുള്ളായി. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടേ സ്റ്റോറേജൊക്കെ അങ്ങ് ഫുള്ളാണേ. കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്, അതായത് പഴയ ഹോസ്റ്റലിൽ നിന്നപ്പോൾ തൊട്ട് വിചാരിക്കുകയാണ് യോഗയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒന്ന് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടും മോർണിംഗ് ആൻസൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട്. എനിക്കൊന്നും ഇല്ല, ബട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് സാധനങ്ങൾ നമ്മുടെ മനസ്സിനെ ഹിറ്റ് ചെയ്താൽ മതിയല്ലോ, നമുക്കത് ഭയങ്കരമായിട്ട് ബാഡാവും. അതുകൊണ്ട് തന്നെ യോഗ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ചെയ്തു വരുന്നൊരു കാര്യമാണ്. കുറേ നാൾ മുന്നേ വരെ ആപ്സിന് വരെ വേണ്ടിയിട്ട്, ആപ്സൊക്കെ ഉണ്ടായിരുന്നിട്ട്, എനിക്ക് ചുമ്മാതെ പറയുന്നതല്ല, ആപ്സ് ഉണ്ടായിരുന്നു. ഞാൻ ആപ്സിന് വേണ്ടിയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. വർക്കൗട്ട്സ് ആയിരുന്നു കൂടുതലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. നൗ ഡേയ്സ് ഞാനിപ്പോൾ ചെയ്യുന്നത് യോഗകളാണ്. കാര്യം അതെനിക്ക് പ്രത്യേക ഒരു ഫീലിങ്സ് തരുന്നുണ്ട് വർക്കൗട്ട്സിനെക്കാട്ടിലും. വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ബോഡി പെയിൻ ഇച്ചിരി കൂടുതലാണ്. യോഗ എന്ന് പറയുമ്പോൾ കുറച്ച് റിലാക്സേഷനോട് കൂടിയുള്ള ഒരു ബോഡി പെയിനാണ്. അപ്പം യോഗകൾ കുറേ പോസുകളൊക്കെ പഠിച്ച് വരുന്നു. 1-2 പോസുകളൊക്കെ എനിക്ക് ഓൾറെഡി അറിയാവുന്നതായിരുന്നു. മറ്റേ വീൽ പോസും അതുപോലെ വീൽ പുഷപ്പൊക്കെ ഇല്ല, അതൊക്കെ എനിക്ക് അറിയാവുന്നതായിരുന്നു. പക്ഷെ കുറേ നാൾ കൂടിയിരുന്ന് കുറച്ച് നാളായിട്ടേ ഉള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടായി. നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹാബിറ്റ്സുകൾ നിങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. ബിക്കോസ് നമുക്കതൊക്കെ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായൊരു ചേഞ്ചസ് തന്നെ കൊണ്ടുവരും. നമ്മൾ കുറേയൊക്കെ മാറാൻ നമുക്ക് ഈ ഒരു വർക്കൗട്ടിലൂടെയും യോഗകളിലൂടെയും മെഡിറ്റേഷനിലൂടെയൊക്കെ നമുക്ക് സാധിക്കും. അപ്പം കഴിവതും നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ഹാബിറ്റ്സ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. നല്ല നല്ല ഹാബിറ്റ്സുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുതന്നെ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചേഞ്ചാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചത്തു ഗൈസ്. ഇതെന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യോഗയാണ്. ബിക്കോസ് ഇത് നമ്മുടെ സ്ട്രെസ്, ആൻസൈറ്റി, ഓവർ തിങ്കിങ് ഒക്കെ ഇല്ലാണ്ടാക്കും. സത്യം ഇല്ലാണ്ടാക്കും. ഒരു കുഴപ്പമില്ല, നമ്മൾ ഭയങ്കരമായിട്ട് അടിപൊളിയാവും. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാറ്റൊക്കെ മടക്കി വെച്ചു. പിന്നെ ടൈം ടു റിഫ്രഷാണ്. ഞാൻ വാഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി വന്നതിന് ശേഷം കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാപ്പിയൊക്കെ കുടിച്ചു. അത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലിംഗാണ് കിട്ടുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ ചില ബോറടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും തോന്നത്തില്ല ഇങ്ങനെ കുറേ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ. കോഫിയൊക്കെ കുടിച്ച് 2 റൗണ്ട് നടന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓൾ സെറ്റാണ്.
ഇനി കുറച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നാലും എനിക്ക് വലിയ റിഗ്രറ്റൊന്നും അടിയത്തില്ല. കാര്യം എൻ്റേതായ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഈ കാപ്പി വീഡിയോടുകൂടി ഇവിടെ കഴിയുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്. ഒന്നും ചെയ്യാൻ മറന്നാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. അപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.